ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഫാമിലുള്ള ഫിഷിനെയും അതുപോലെ എൻ്റെ ഫാമിനെയാണ് നോക്കാൻ പോണേ. അപ്പോൾ നമുക്കിനി ഫാമിലുള്ള മീനുകളെ കാണാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ വലയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ കൊക്കും കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ മീൻ എടുത്തുകൊണ്ടും. അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് ബോക്സാണ്. സാധാ ഈ മീനൊക്കെ വാങ്ങണ പെട്ടിയാണ്. അപ്പോൾ ഇതിൽ ഹോൾസൊക്കെ അടച്ചുകൊണ്ട് ഇടാൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ഗപ്പി ഇട്ടിട്ടുണ്ട്. നമ്മളല്ലാതെ ഇതിൽ നമ്മുടെ അലിഗേറ്റർ എന്ന് പറയുന്ന മോൺസ്റ്ററിനെ ഇടാനാണ് വച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി അത് വാങ്ങിച്ചിട്ട് ഇടുന്ന വീഡിയോ കാണിക്കാം. അപ്പോൾ ഇത്രയും നമ്മളെ ഒരു സെക്ഷനാണ്. അതിനുശേഷം ഇത് വേറൊരു സെക്ഷനാണ്. ഇത് തൊട്ട് ഇതുവരെ ഒരു സെക്ഷനാണ്. അത് കഴിഞ്ഞ് അത് മുതൽ ഇതുവരെ ഒരു സെക്ഷനാണ്. അപ്പോൾ നമ്മൾ 3 സെക്ഷനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ സെക്ഷനിലെ ഫിഷ് എല്ലാത്തിനെയും കാണാം. ഫസ്റ്റ് ഇതിനകത്ത് ഗപ്പിയുണ്ട്. ഗപ്പിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഗപ്പിയുടെ ഒരു ഹാഫ് സൈസ് ആയതുണ്ട്. പിന്നെ ഈ ചെടിയുടെ പേരാണ് കബോമ്പ. നല്ല ഭംഗിയിൽ കിടക്കും. നട്ട് വെച്ചാൽ നന്നായിട്ട് വരും. ഇത് ഫോക്സ് ടെയിലാണ്. ഗ്രോത്തായി വരണേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് കമ്പൊക്കെ വെച്ച് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഈ ടാങ്കിൽ ഗപ്പീസാണ്. നമ്മുടെ കുഞ്ഞ് ഗപ്പീസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഹാഫ് ഗ്രോൺ ആയതാണ്. അതിനുശേഷം നമുക്കിത് ഇവിടെ കാണാം. ഇവിടെ നമുക്കപ്പോൾ വലയൊക്കെ ഇട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലെ കല്ലൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ ഇതിനകത്ത് വലിയ പാരൻസ് ഉണ്ട്. അപ്പോൾ പാരൻസിന് 3 എണ്ണത്തിന് ബ്രീഡ് ചെയ്യാൻ കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട്. നല്ല പ്ലാന്റഡ് ടാങ്കാണ്. കബോമ്പ, വാട്ടർ അംബ്രല്ല പ്ലാന്റ്, നമ്മുടെ ഈ ഫോക്സ് ടെയിൽ, വാട്ടർ കാബേജ്, ഇതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം ഇത് HP ബ്ലൂ എന്ന മീനിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതിലുമായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതിനുശേഷം നമുക്കിത് ഇവിടെ കണ്ട ഇവിടെയാണെങ്കിൽ ഏറ്റവും വലിയൊരു ടാങ്കാണ്. ഏറ്റവും വലിയൊരു ടാങ്ക് നമ്മളിവിടെ. ഇതിനകത്ത് ഇഷ്ടം പോലെ പ്ലാന്റുകളും എല്ലാം ഇട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇട്ട് കുറേ മീനുകളുണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞുങ്ങളും വലുതൊക്കെ ആയിട്ട് താഴെ മേളിലൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അടുത്തിനി അവിടുത്തെ ഒരു വെറൈറ്റി ടാങ്ക് കാണാം. അപ്പോൾ ഈ ടാങ്ക് വാഷ് വേസ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ്. വാഷ് വേസിൽ കവർ ഇട്ടിട്ട് നമ്മൾ ചെയ്തെടുത്തത്. ഇതിനകത്ത് മൊത്തം ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ്. അടുത്ത് നമുക്ക് തൊട്ടിപ്പുറത്തുള്ള ഒരു ഗോൾഡ് ഫിഷിൻ്റെ ടാങ്കാണ്. ഇതിനകത്ത് പ്ലാന്റും ഗോൾഡ് ഫിഷൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറിയ സൈസാണ്. ഇപ്പോൾ ഒരു 6 എണ്ണം കിടപ്പുണ്ട്. അടുത്ത് ഇത് ഗപ്പിക്ക് വേണ്ടി ചെയ്തതാണ്. ഗപ്പി ടാങ്കാണ്. മിക്സഡ് ഗപ്പികളൊക്കെ ഇടാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം അകത്ത് ഗപ്പികളൊക്കെ ഉണ്ട്. അടിയിൽ ഇത് ഒരു ഫീമെയിലാണ്. ഇത് നല്ല കളറായിട്ടുള്ള മീനെല്ലാം അകത്തുണ്ട്. അതിനുശേഷം ഇത് ബിഗ് സൈസ് ഗോൾഡ് ഫിഷാണ്. നന്നായിട്ട് വളർന്ന ഒരു ഗോൾഡ് ഫിഷാണ്. അപ്പോൾ ഇതൊക്കെ ഏകദേശം 1 വർഷമായതാണ്. പിന്നെ ഇതും ഗോൾഡ് ഫിഷാണ്. അടുത്തിനി നമ്മുടെ ഒരു മോൺസ്റ്റർ, ചെറിയൊരു ടാങ്കാണ് മോൺസ്റ്ററിൻ്റെ. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഷാർക്കിനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഷാർക്ക് ഇതിനകത്ത് അടിയിൽ കിടപ്പുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഷാർക്ക്. നന്നായിട്ട് ചാടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ സൈസ് ഉള്ളപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷെ 1 ഇഞ്ച് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ചാട്ടമാണ്. അപ്പോൾ ഇതിനെ തിരിച്ചുവിടാം. ഇത് ഒറ്റയ്ക്ക് കിടക്കൂ. പക്ഷേ ഇതിനെ ബോറടിക്കാതിരിക്കാൻ നമ്മുടെ ഒരു ഗൗര ഫിഷ്, നമ്മുടെ
ഗൗരി എന്ന് പറയുന്ന ഒരു മീനിനെ വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രണ്ട്സ് ഇതിനകത്ത് ചാടി. അപ്പോൾ അതിനെ നമ്മൾ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ നമുക്ക് പിന്നെ അടയ്ക്കാം, ഇത് ചാടും. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ വലയൊക്കെയാണ് ഷാർക്കിന് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതും മറ്റൊരു വാഷ് ബേസിൻ്റെ ഒരു ടാങ്കാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് സാന്റാക്ലോസ് എന്ന് പറയുന്ന ഒരു മീനാണ്. അപ്പോൾ നമുക്കിത് പായലൊക്കെ എടുത്ത് വെളിയിടാം. ഫ്രണ്ട്സ്, അപ്പം നമുക്കിനി പിടിക്കാൻ വലയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമുക്കിത് സാന്റാക്ലോസിൻ്റെ ഫീമെയിലാണ്. അപ്പോൾ ആൾ പ്രഗ്നൻ്റ് ആണ്, കുട്ടിയൊക്കെ ഇടും. നമുക്കിനി ഇതിനെ തിരിച്ചു വിടാം. ഇനി ഇതിൻ്റെ മെയിലും കൂടെ ഉണ്ട്. ഫ്രണ്ട്സ്, ഒരു കുഞ്ഞ് കയറിയതാണ്. അപ്പം എൻ്റെ മെയിലിപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു. ഭാഗത്ത് നമ്മളകത്ത് ഇട്ടിരുന്നു. അപ്പം അകത്ത് ഇട്ടിരുന്നിട്ടുണ്ട്, ഇപ്പം കാണാനില്ല. അപ്പം നമുക്ക് നോക്കാം, ലാസ്റ്റ് നമുക്ക് കാണാം. അടുത്ത് ഫ്രണ്ട്സ്, ഇവിടെ ഒരു മിക്സഡ് ഗപ്പി ടാങ്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കളങ്കം ഒന്നും വരുത്തുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ നിൽപ്പുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ അടിയിൽ നിൽപ്പുണ്ട്. പയ്യെ എടുക്കാം. ഇപ്പോൾ ഇതിന് മീനുകളൊക്കെ ബ്രീഡ് ആയതേ ഉള്ളൂ. അപ്പോൾ വെള്ളമെല്ലാം കലങ്ങിയിട്ടുണ്ട്. നമുക്കത് അടിയിൽ കുറച്ച് മീനുകളൊക്കെ കാണാം. അപ്പോൾ അടിയിൽ ഇനി വ്യക്തമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെയായിട്ട് മീനൊക്കെ ഓടി നടപ്പുണ്ട്. അപ്പം കുറച്ച് മീനെ ഇതിലിട്ടിട്ടുള്ളൂ. ഫ്രണ്ട്സ്, അടുത്ത് നമ്മളിനി ഒരു അടുത്തൊരു ടാങ്ക് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് വലിയ മീനൊന്നുമില്ല, എല്ലാം കുഞ്ഞുങ്ങളൊക്കെയാണ്. കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു 30 കുഞ്ഞുങ്ങളോളം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ടാങ്കിൽ അത്രേ ഉള്ളൂ. അടുത്ത് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും നമ്മുടെ മീനുകളെ ബ്രീഡ് ചെയ്യായിട്ട് ടാങ്കാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. പായലെടുത്ത് മാറ്റിയിട്ട് കൈ കൊണ്ട് പിടിച്ചാൽ മതി. കുഞ്ഞുങ്ങളും വലുതുമായിട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ബ്രീഡാകും. ഇപ്പം കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഏകദേശം 100 എണ്ണം തന്നെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനിയപ്പോൾ ഇതിനെ തിരിച്ചു വിടാം. 2 പായലും ഇട്ട് കൊടുക്കാം. ഇത് ആണിട്ടിട്ടില്ല, വെറും പെണ്ണ് മാത്രമാണ്. രണ്ടിലും അങ്ങനെയാണ്, ഇതും അങ്ങനെയാണ്. ഇതിപ്പോൾ നമുക്ക് ബ്രീഡായതേ ഉള്ളൂ, ഇതാണ് വയറ് കുറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കിനി ഇതിനെ തിരിച്ചു വിടാം. ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ 11 ബീറ്റുകൾക്ക് വേണ്ടി, അതായത് 11 ഫൈറ്റർ ഫിഷിന് വേണ്ടി പാത്രങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലെല്ലാം ആൽമണ്ട് ലീഫ്, അതായത് ബദാമിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും ഇട്ടിട്ടുണ്ട്, ഈ ഒന്നിലില്ല, അത് നമ്മൾ ഇനി ഇടും. അപ്പോൾ നമുക്കിനി ഈ സെക്ഷൻ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് മുതൽ ആ സെക്ഷൻ വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തിനി ഇത് മുതൽ അതുവരെയാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് മീനുകളെ കാണിക്കുന്നുള്ളൂ. ഈ ടാങ്കിൽ നമ്മളിപ്പോൾ ഇറക്കിയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സൺലൈറ്റൊന്നും കൂടുതൽ കൊടുക്കുന്നില്ല. അതിനുശേഷം അതിൻ്റെ തൊട്ട് സൈഡിലുള്ളതും കാണിക്കുന്നില്ല. ഈ രണ്ടും കാണിക്കുന്നില്ല, ബാക്കിയെല്ലാം കാണിക്കും. അതിൻ്റെ റീസൺ പറയാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏകദേശം 60 കുഞ്ഞുങ്ങളോളം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ കാണാം, കുറച്ചുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുഞ്ഞുങ്ങൾ മാത്രമാണ്. നമ്മളൊക്കെ ഓടും മണ്ണും പിന്നെ ഈ ചെടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഈ ടാങ്കിലേക്ക് പോവാം. ഈ ടാങ്കിൽ നമുക്ക് കാണാം 100 കണക്കിന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇന്നലത്തെ മഴയിൽ പാതി ചാടിപ്പോയി. ഇന്നലെ നല്ല മഴ പെയ്തിരുന്നു, അതിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെല്ലാം പോയി. ഇപ്പോൾ കുറച്ചുണ്ട്, ഏകദേശം 10-60 എണ്ണം ഉണ്ട്. നമുക്കിത് ഇത്ര കയ്യിൽ കിട്ടിയുള്ളൂ. പക്ഷേ ഞാൻ പാലിട്ടിട്ട് ഇതിലും കുഞ്ഞുങ്ങൾ മാത്രമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ മേളിലൊക്കെ വന്ന് നിൽപ്പുണ്ട്. കുറച്ചെണ്ണം താഴെയും മേളിലൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അടുത്ത് ഇത് ഹാഫ് മൂൺ ടൈഗർ എന്ന് പറയുന്ന മീനിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഏകദേശം ജോഡിക്ക് 500 രൂപ വരുന്ന മീനിനെയാണ്, അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇത്. അപ്പോൾ ഇത് നമുക്കൊരു 10-20 എണ്ണേ കിട്ടിയുള്ളൂ. അടുത്ത് ഈ ടാങ്ക് കബോംബ സെറ്റ് ചെയ്തൊരു ടാങ്കാണ്.
അപ്പോൾ ഇത് കബോമ്പയാണ്. ഇത് നടന്ന വീഡിയോ കാണിക്കാം. അതിനുശേഷം അവിടെ ഒരു എക്സ്പെൻസീവ് മീനാണ്, ഫുൾ ബ്ലാക്കാണ്. അപ്പോൾ അവിടെ ചെറുതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ മീനിനെ ഇനി കിട്ടില്ല, അടിയിലേക്ക് പോയാൽ. അതുകൊണ്ടാണ് അതിനെ പെട്ടെന്ന് കാണിച്ചത്. അതിനുശേഷം നമുക്കിത് ഇതിനകത്ത് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾ മാത്രം തന്നെയാണ്, മൊത്തം കുഞ്ഞുങ്ങളാണ്. ചെറിയ കുഞ്ഞാണ്, കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, ഇപ്പം കാണാം. അതിനുശേഷം ജോഡിക്ക് 250 രൂപ വരുന്ന ഒരു മീനിനെയാണ് കാണിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ടംബോയിയർ എന്ന് പറയുന്ന ഒരു മീനാണ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെയാണ് ഇട്ടേക്കണേ. അപ്പോൾ ചെറിയ സെറ്റപ്പിൽ നടത്തുന്ന ഒരു ഫാമാണ്. അപ്പോൾ ദേ നിപ്പുണ്ട് ആള്. അപ്പോൾ അതും 3 ഫീമെയിലും 3 മെയിലും 1 ഫീമെയിലും എന്ന് ഇതിനാണ് ഇട്ടിട്ടുള്ളത്. എന്നും മിക്കവാറും കുട്ടികളൊക്കെ ഇതിൽ കാണാം. അടുത്ത് അത് നമ്മുടെ മണി പ്ലാന്റും പായലും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടാങ്കാണ്. ഞാൻ അതിനകത്ത് കണ്ടിട്ടില്ല ഇന്ന് ഇപ്പോൾ എത്ര ഗപ്പി അതിനകത്തുണ്ടെന്ന്. അപ്പോൾ എനിക്കിനി 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാലേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിച്ചു തരൂ. അതിനകത്തൊരു എക്സ്പെൻസീവ് മീനുണ്ട്, അത് കാണണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിനുശേഷം ഇത് നമ്മുടെ കബോമ്പ പ്ലാന്റ് നട്ട് വളർത്താൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ടബ്ബാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് എന്ത് വലിയൊരു ടബ്ബാണെന്ന്. അപ്പോൾ ഇത്രയും വലിയൊരു ടബ്ബിലേക്ക് ഇത് പെട്ടെന്ന് വളരും. അതിനുശേഷം ഇത് നമ്മുടെ ഒരു അലുമിനിയം ടബ്ബാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കിത് കുഞ്ഞുങ്ങളെയാണ് കാണാവുന്നത്. നിറയെ കുഞ്ഞുങ്ങളുണ്ട്, അടിയിലും മേളിലൊക്കെ ആയിട്ട്. അതേ ഒരെണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുഞ്ഞുങ്ങളെ കാണണമെങ്കിൽ അടിയിലോട്ട് തുരന്ന് പോകണം. ഇത് അടിയിൽ കാണാം. അപ്പോൾ അവിടെ കുറേ ഉണ്ട് കേട്ടോ, ഇപ്പോൾ ഒന്നും കാണാനില്ല. അതിനുശേഷം ഇവിടെ ഒരു ടാങ്കുണ്ട്. ഇപ്പോൾ ഇതിനകത്തും കുഞ്ഞുങ്ങളാണ്. ഇതിനകത്ത് ആവശ്യത്തിനുണ്ട് ചെറിയ പാത്രം. അപ്പോൾ ഇതും നമ്മുടെ ഒരു പാത്രമാണ്, ഇതിനകത്തും ഉണ്ട്. അടുത്ത് നമുക്ക് ഇത് എവിടെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളത് വലിയൊരു ടാങ്കാണ്, ഒരു ഫ്രിഡ്ജ് ബോക്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഫുഡ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ വന്ന് തിന്നുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും വിഷമത്തോടെ ഇവിടെ വന്നിരുന്ന് ഫുഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വിഷമമെല്ലാം പെട്ടെന്ന് പോയി കിട്ടും. അത്രയ്ക്കും മീനുകളൊക്കെ വന്ന് തിന്നുന്നതാണ്, നല്ല രസമാണ്. ആരും ദയവായിട്ട് കണ്ണ് വയ്ക്കരുത്. അപ്പോൾ നമുക്ക് ഇത്രയും മീനൊക്കെ ഉള്ളൂ. മിൽക്കി കാർപ്പ്, ഗോൾഡ് ഫിഷ്, കോഴിക്കാർപ്പ് എന്നീ മീനൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിൽക്കുന്നൊന്നുമില്ല, നമ്മൾ അല്ലാതെ വളർത്തുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം നമുക്ക്. അപ്പോൾ ഇനി അടുത്ത ടാങ്കിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി ആ ബാച്ചും ഈ ബാച്ചും കഴിഞ്ഞിട്ടില്ല. ആ ബാച്ച് കഴിഞ്ഞു, പക്ഷേ ഇവിടെ നമുക്കിനി ഇത്രയും കാണിക്കണം. അപ്പോൾ അതും കൂടെ കാണിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പുറത്ത് പോവാം. അപ്പോൾ നമ്മളത് മീനൊന്നും എടുത്ത് കാണിക്കുന്നില്ല, നമ്മൾ ചുമ്മാ അത് ഇന്ന മീനാണ് ഇതിൽ അങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കാരണം വീഡിയോ ലെങ്തി ആക്കാൻ തീരുമാനിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഇരുട്ടി വരുന്നുണ്ട്, മണിയേശം 5 ആയി. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് തന്നെ എടുക്കണം. അപ്പോൾ നമുക്കിനി അവിടെ പോവാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി ഈ ഷീറ്റ് എടുത്തിട്ട് കാണാം. ഇതെടുത്ത് കളയട്ടെ, അപ്പുറം എന്താ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ടാർപ്പെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്, മാറ്റിയെടുത്ത് വിരിച്ചു. അപ്പോൾ നമുക്ക് ഈ ടാങ്കിൽ തുടങ്ങാം. ഈ ടാങ്കിൽ നമുക്കിത് കുഞ്ഞുങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ജർമ്മൻ റെഡ് എന്ന് പറയുന്ന ഒരു മീനാണുള്ളത്. അപ്പോൾ ജർമ്മൻ റെഡിന് ഏകദേശം 100 രൂപ വരുന്നുണ്ട് പേരിന്. അടുത്ത ടാങ്ക് നമുക്ക് മിക്സഡ് ഗപ്പീസിൻ്റെ ഒരു ടാങ്കാണ്. അപ്പോൾ അതിൽ മീനൊക്കെ അടിയിലാണ്. അപ്പോൾ 2-3 എണ്ണയ്ക്ക് നമ്മളിപ്പോൾ ഫീമെയിൽസിനെ വളർത്താൻ ഇട്ടിട്ടുള്ളതാണ്. വളർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ചൊക്കെ, അവിടെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ വെള്ളം മൂവാവുന്നുണ്ട്, കറക്റ്റ് വ്യൂ കിട്ടുന്നില്ല. ഒരു 2-3 എണ്ണം ഓടുന്നുണ്ട്. അതിനുശേഷം എന്താ അവിടെ നമ്മുടെ മേളിൽ നിപ്പുണ്ട്. അപ്പോൾ അത് കാണാൻ പറ്റുമെന്നറിയില്ല ഫ്രണ്ട്സ്. ഇതിൻ്റെ മേളിൽ നിറയെ കുഞ്ഞുങ്ങളും അവിടെ ഫീമെയിലൊക്കെ നിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാടൻ ഗപ്പീസ്, നേറ്റീവ് ഗപ്പീസ് എന്ന് പറയും. അപ്പോൾ ഇത് ഒച്ചാണ്. ഒച്ചിനെ കിട്ടിയാൽ പൊട്ടിക്കുക, ആത്തിടുക. ഗപ്പിയൊക്കെ പെട്ടെന്ന് ബ്രീഡാവും.
അടുത്ത് ഇതിനകത്ത് ജർമ്മൻ റെഡാണ്, ഇതേ നിപ്പുണ്ട്. അടുത്ത് ഇത് നമ്മുടെ നാടനാണ്. അതിൻ്റെ ഫീമെയിൽ കണ്ടോ ഫ്രണ്ട്സ്, വയറും വച്ച് നിപ്പുണ്ട്. എന്നാൽ ലോങ് ജമ്പിന് ചാടും പോലെ ചാടുകയും ചെയ്യും. ഇതാണ് ഫീമെയിൽ, നല്ല വയർ വെച്ചിട്ടുള്ള ഫീമെയിലാണ്. അടുത്ത് അത് നമ്മുടെ ജർമ്മൻ റെഡിൻ്റെ ഒരു പേരാണ്. നമുക്കപ്പോൾ ഇതേ നോക്കാം. ജർമ്മൻ റെഡിൻ്റെ ഫീമെയിൽ പോകുന്നുണ്ട്. അതിനുശേഷം ഇത് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടാങ്കാണ്. അപ്പോൾ നമുക്കിനി ഈ സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇവിടെ ഈ ഫ്ലക്സും കൂടെ അങ്ങോട്ട് ഇടാം, വെള്ളം കയറുമ്പോൾ പ്രശ്നമില്ല. പിന്നെ നമ്മുടെ ഈ സൈഡ് ഫുള്ള് കഴിഞ്ഞു, ഈ സൈഡും ആ സൈഡും കഴിഞ്ഞു. അപ്പം നമ്മൾ ഇനി 2 ടാങ്ക് നമുക്കിനി ചെയ്യാറുണ്ട്. ആ ടാങ്കിൻ്റെ പണി എവിടം വരെ ആയെന്ന് കാണിച്ചു തരാം. വരും നമുക്കിനി ഇവിടെ ആയിട്ട് ഒരു കല്ല് വെക്കണം. അതിനുശേഷം ഇവിടെ ആയിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് നമുക്ക് ശരിയാക്കണം. അവിടെ ഓസ്കാറിൻ്റെ ടാങ്കാണ് നമുക്കിവിടെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കല്ല് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കിലോ ഷീറ്റ് ഏകദേശം 1 കിലോ 60 രൂപ വരുന്ന 2 കിലോ വാങ്ങണം. അപ്പോൾ 1 കിലോ ഇവിടെ നമുക്ക് ഇതുപോലെ 2 ടാങ്ക് ഉണ്ടാക്കാം. 1 കിലോ വാങ്ങിച്ചാൽ പിന്നെ 1 കിലോ നമുക്കിത് ഇവിടെ ഇടണം. ഇനി ഫ്രണ്ട്സ് സ്റ്റാർട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇത് ഇനി ഇവിടെ ചെയ്യാറുണ്ട്. നമുക്കപ്പോൾ അത് ഇവിടെ ഇനി ചെയ്യാം. അപ്പോൾ ഇവിടെ അത് നമ്മൾ ഷീറ്റൊക്കെ ഇടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാം കുഴിച്ച് സെറ്റാക്കി വെച്ചിരുന്നു. അപ്പോൾ ഈ കവർ നമ്മൾ ഇട്ടത് നമ്മൾ വല്ലവനും വീഴാതിരിക്കാനാണ് ഈ കസേരയൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചത്. പുതിയതായിട്ട് വരണ ആരെങ്കിലും ആണെങ്കിൽ കുഴിക്കകത്ത് വന്ന് വീഴും. അപ്പോൾ നമുക്കിത് ഓടൊക്കെ എടുത്ത് വെച്ചത് കവർ പറന്ന് പോകാതിരിക്കാനാണ്. അപ്പോൾ ഇതിനകത്ത് 1 കിലോ ഇട്ടാൽ നമുക്ക് 1 കിലോ ഷീറ്റ് വെച്ചാൽ ഇതുപോലെ 2 ടാങ്ക് നിരത്തി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ 1 കിലോ ഒരു ടാങ്ക് മതി. ഇതിനകത്ത് നമ്മൾ ഏകദേശം 50 മോളികൾ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. ഇവിടെ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ സൈഡ് പോകണം. ആ സൈഡ് ഏകദേശം 2-3 ടാങ്ക് നമ്മൾ കാണിച്ചു. അപ്പോൾ ഇനി കുറച്ച് ടാങ്കുകൾ കാണിക്കുന്നുണ്ട്. അതും കൂടെ കഴിയുമ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം. നമുക്കത് ഇതിനകത്ത് 3 ബീറ്റുകളുണ്ട്. അവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇതൊന്ന് 30 രൂപയാണ്. അപ്പോൾ ഇവിടെ തിന്നു. അടുത്ത് ഇതിനകത്ത് കുഞ്ഞുങ്ങളാണ്, 2-3 മേളിൽ നിൽപ്പുണ്ട്. അതിനുശേഷം ഇതിലും കുഞ്ഞുങ്ങളാണ്. അതൊക്കെ മേളിൽ വന്ന് നിൽക്കണമെങ്കിൽ ഇതൊക്കെ അടിയിൽ നിൽക്കൂ, അതുകൊണ്ട് ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് അടിയിലൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ശേഷം നമ്മൾ വലയൊക്കെ എടുത്ത പോലെ ഇടും, കാരണം ഭയങ്കര കാക്ക, കുയിൽ, കൊക്ക് ശല്യമാണ്. ഇത് കല്ലുപ്പാണ്. എപ്പോഴും ഫിഷ് ഫാമിന് കല്ലുപ്പ് നല്ലതാണ്, വച്ചേക്കണം. മീനുകൾക്ക് പെട്ടെന്ന് ഫംഗസ് വന്നാൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ നല്ലതാണ് കല്ലുപ്പ്. അതിനുശേഷം നമുക്കിത് ഈ ടാങ്ക് ഇപ്പോൾ കാണാം. അടുത്ത് നമുക്കിത് ഈ ടാങ്കിനകത്ത് നമ്മൾ ഇത് സെറ്റ് നമ്മുടെ ഇഷ്ടത്തിന് മീനിട്ട് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആയിട്ട് നോക്കി എനിക്ക് ഇഷ്ടത്തിനുണ്ട്. അപ്പോൾ ഇവിടെ അവിടെയായിട്ടൊക്കെ ഉണ്ട്. നമുക്കിത് അടുത്ത് ഇവിടെ നമ്മൾ നോക്കിയെങ്കിൽ നമുക്കിത് ഒരു പേര് ഫുൾ റെഡിൻ്റെ ഫീമെയിലും ടെമ്പോയറിൻ്റെ മെയിലുമാണ് അവിടെ കിടക്കുന്നത്. അടുത്ത് ഇവിടെ നമ്മുടെ നേറ്റീവ് ഗപ്പീസിൻ്റെ ഒരു വലിയൊരു പേര് കിടപ്പുണ്ട്. അതിനുശേഷം ഇവിടെ ഇത് നമ്മുടെ പുതിയൊരു തരം പായലാണ്. ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വളരെ ഉപകാരമായിരിക്കും, എനിക്കറിയില്ല. അതിനുശേഷം നമുക്കിത് ഇവിടെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മീനുകളൊക്കെ അടിയിൽ നിൽക്കും. അടിയിലുണ്ട്, അത് കാണാമെന്നറിയില്ല. അടിയിൽ കുറച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അടിയിലും സൈഡിലൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് എപ്പോഴും ഞാൻ കാണിച്ചിട്ട് എടുത്ത് വലയിടും, പേടിയാണ് വല്ലതും കൊത്തിക്കൊണ്ട് പോകുന്നു. അടുത്ത് നമ്മുടെ 200 എത്ര രൂപ വരുന്നൊരു ഫുൾ HP ബ്ലൂ എന്ന് പറയുന്ന മീനാണ്. നമുക്കിവിടെ 200 എത്ര രൂപയാണ്, നിങ്ങൾക്കവിടെ എത്രയാണെന്ന് അറിയില്ല. നല്ലൊരു പേരാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇത് പാലിൻ്റെ ഇടയിലൊക്കെ ഒളിച്ചിരിക്കും. നമുക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് ആ ടബും അതിൻ്റെ അപ്പുറത്തുള്ളയും. അപ്പോൾ അതിനുശേഷം നമുക്കിത് വലയിട്ടിട്ട് അടച്ചു വയ്ക്കാം. പിന്നെ ഫ്രണ്ട്സ് ഇത് പ്ലാറ്റീസിൻ്റെ ടാങ്കാണ്. അപ്പം മീനുകളൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് സോറി പറയുന്നത്, അത് കാണാൻ പറ്റില്ല, കാരണം ബ്രീഡിങ്ങിനിട്ടാണ്, ബൾക്ക് ബ്രീഡിങ്ങിനിട്ടാണ്. അതിനുശേഷം ഈ ടാങ്ക്
ഏറ്റവും കളർഫുള്ളായിട്ടും നല്ല ഭംഗിയായിട്ടും നമ്മൾ ചെയ്തൊരു ടാങ്കാണ്. അപ്പോൾ അതേ ഇതിലെ മീനൊക്കെ അതേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടപ്പുണ്ട്. അപ്പോൾ ഇതിൽ അവിടെയും ഇവിടെയായിട്ടൊക്കെ നിപ്പുണ്ട്, അതെ ഇവിടെയൊക്കെ നിപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബൾക്ക് ബ്രീഡിങ്ങിന് വേണ്ടി ഒരു പേര് ഫുൾ ബ്ലാക്ക്, ഒരു പേര് ടംബോയർ, നേറ്റീവ് ഗപ്പീസിൻ്റെ ഒരു പേര്, ഇതൊക്കെ ചേർന്നിട്ടാണ് ഇത്. എല്ലാവർക്കും നന്ദിയുണ്ട്. എൻ്റെ ഫസ്റ്റ് ബാച്ച്, ഇത് സെക്കൻഡ്, തേർഡ്, ഈ 3 ബാച്ചും നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.